എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രകമ്പനം, പെണ്ണും പൊറാട്ടും സിനിമകളുടെ ഒഫീഷ്യൽ OTT റിലീസ് പ്രഖ്യാപനം വന്നു. അതുപോലെ കത്തന റിലീസ് തീയതി പ്രഖ്യാപിച്ചു. അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. രവി തേജ നായകനായെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ ഡ്രാമ ചിത്രമാണല്ലോ ഭരത മഹാസയുലക വിജ്ഞപ്തി. വലിയ ആവേശത്തോടെ ആരാധകർ കാത്തിരിക്കുന്ന ഈ ചിത്രം ഇപ്പോൾ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. തിയേറ്ററുകളിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രം മാർച്ച് 13 മുതൽ C5 സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം, തെലുഗു, തമിഴ്, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ലഭ്യമാണ്. രവി തേജയുടെ മാസ് പ്രകടനവും മികച്ച ആക്ഷൻ രംഗങ്ങളും ഉൾക്കൊള്ളുന്ന ഈ ചിത്രം ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കുമെന്നതിൽ സംശയമില്ല. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ ആക്ഷൻ പാൻ ഇന്ത്യൻ ചിത്രമാണല്ലോ അയൺ ഗെയിം. നിലവിൽ ചെന്നൈയിൽ പുരോഗമിക്കുന്ന സിനിമയുടെ ചിത്രീകരണം മാർച്ചോടുകൂടി പൂർത്തിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിത്രത്തിന്റെ അവസാനഘട്ട ഷെഡ്യൂൾ മാർച്ച് 20 മുതൽ ഹൈദരാബാദിൽ ആരംഭിക്കും. RDX എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ ഈ പ്രൊജക്ടിനെ നോക്കിക്കാണുന്നത്. മികച്ചൊരു ദൃശ്യാനുഭവമായിരിക്കും ദുൽഖർ ചിത്രം സമ്മാനിക്കുക എന്ന് ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞു. ഗണേഷ് ചന്ദ്ര സംവിധാനം ചെയ്ത് അജയ് ഡിഷൻ കേന്ദ്ര കഥാപാത്രമായെത്തിയ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ പൂക്കി. ഏറെ കൗതുകമുണർത്തുന്ന ടൈറ്റിലും വ്യത്യസ്തമായ അവതരണവും കൊണ്ട് ഇതിനോടകം തന്നെ പ്രേക്ഷകർക്കിടയിൽ ഈ ചിത്രം ചർച്ചയായിട്ടുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം മാർച്ച് 13 മുതൽ C5 വഴി OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. തമിഴിന് പുറമെ മറ്റ് പ്രധാന ഭാഷകളിലും ചിത്രം ലഭ്യമാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് എന്റർടൈനർ പ്രതീക്ഷിക്കുന്നവർക്ക് ഈ വാരം C5 ഈ ചിത്രം ആസ്വദിക്കാവുന്നതാണ്. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ടോവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിവർ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാളം കോമഡി എന്റർടൈനർ ചിത്രമാണല്ലോ അതിരടി. യുവ താരനിര അണിനിരക്കുന്ന ഈ ചിത്രം പ്രഖ്യാപന സമയം മുതൽ തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ താല്പര്യം സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നടൻ വിനീത് ശ്രീനിവാസൻ സിനിമയുടെ ഡബ്ബിംഗ് വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് കോമഡി ചിത്രമായി ഒരുങ്ങുന്ന അതിരടി വരാനിരിക്കുന്ന മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. ടോവിനോയും ബേസിലും വിനീതും ഒന്നിക്കുമ്പോൾ ബോക്സ് ഓഫീസിൽ ഒരു ചിരിപ്പൂരം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. RA കാർത്തിക് സംവിധാനം ചെയ്ത് പ്രിയങ്ക അരുൾ മോഹൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ മെയ്ഡ് ഇൻ കൊറിയ. മികച്ചൊരു സിനിമാ അനുഭവം പ്രേക്ഷകർക്ക് വാഗ്ദാനം ചെയ്യുന്ന ഈ ചിത്രം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മാർച്ച് 12 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തമിഴ് കൂടാതെ മലയാളം, തെലുഗു, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ആസ്വദിക്കാൻ സാധിക്കും. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച ജയിലർ എന്ന വമ്പൻ ഹിറ്റിന് ശേഷം പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണല്ലോ ജയിലർ 2. ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബോളിവുഡ് ബാദ്ഷാ ഷാറൂഖ് ഖാൻ ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. നേരത്തെ തന്നെ മോഹൻലാലിന്റെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഈ ചിത്രത്തിൽ ഷാറൂഖ് ഖാൻ കൂടി എത്തുന്നതോടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ താരനിരയാകും ഒന്നിക്കുന്നത്. ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ് ഷാറൂഖ് പ്രത്യക്ഷപ്പെടുക എന്നതാണ് സൂചന. എക്സ്കോപ്പായി എത്തുന്ന രജനീകാന്തും ഷാറൂഖ് ഖാനും SD സൂര്യയും ഒന്നിച്ചുള്ള രംഗങ്ങൾ ഈ മാസം ചിത്രീകരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ആദ്യ ഭാഗത്തെ പോലെ തന്നെ ഒരു വമ്പൻ താരനിരയെ അണിനിരത്തിക്കൊണ്ട് ഹൈ വോൾട്ടേജ് ആക്ഷൻ പാക്കേജ് ആയിട്ടായിരിക്കും നെൽസൺ ഈ രണ്ടാം ഭാഗം ഒരുക്കുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനാവുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ആക്ഷൻ പവർ ഹൗസ് ചിത്രമാണല്ലോ AA22. ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികൾ അതിഗംഭീരമായ രീതിയിൽ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ചിത്രത്തിന്റെ ടൈറ്റിൽ ഗ്ലിംസ് ഏപ്രിൽ 7 രാത്രി 11:59 പുറത്തുവിടുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബോളിവുഡ് ബാദ്ഷാ ഷാറൂഖ് ഖാൻ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക വെർച്വൽ ഇവന്റിലൂടെയാണ് ഈ സർപ്രൈസ് അനൗൺസ്മെന്റ് നടക്കുന്നത്. അല്ലു അർജുൻ, ദീപിക പദുക്കോൺ, സംവിധായകൻ അറ്റ്ലി എന്നിവരും ഈ ചടങ്ങിൽ സാന്നിധ്യം അറിയിക്കും. ഷാറൂഖ് ഖാന് ഈ ടീമുമായുള്ള അടുത്ത സൗഹൃദം ഈ ലോഞ്ചിന് കൂടുതൽ സവിശേഷമാക്കുന്നു. നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് ഈ വാർത്ത തുടക്കമിട്ടിരിക്കുന്നത്.
KV അനുദീപിന്റെ സംവിധാനത്തിൽ വിശ്വക് സെൻ, ഖൈദു ലോഹർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ ഫങ്കി. തിയേറ്ററുകളിൽ വലിയ ചർച്ചയായ ചിത്രം ഇപ്പോൾ OTT റിലീസിനായി തയ്യാറെടുക്കുകയാണ്. വരുന്ന മാർച്ച് 13 മുതൽ പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം ആസ്വദിക്കാൻ സാധിക്കും. ഭൂതകാലം, ഭ്രമയുഗം എന്നീ ചിത്രങ്ങളിലൂടെ മലയാളികളെ വിസ്മയിപ്പിച്ച സംവിധായകൻ രാഹുൽ സദാശിവന്റെ അടുത്ത ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനും മഞ്ജു വാര്യരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മലയാള സിനിമയിലെ ഈ രണ്ട് വലിയ താരങ്ങൾ ആദ്യമായി രാഹുൽ സദാശിവൻ ചിത്രത്തിനായി ഒന്നിക്കുന്നു എന്നത് പ്രേക്ഷകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും മൈത്രി മൂവി മേക്കേഴ്സിന്റെയും സഹകരണത്തിലായിരിക്കും ഈ ബിഗ് ബഡ്ജറ്റ് ചിത്രം ഒരുങ്ങുക എന്നാണ് സൂചനകൾ. അശ്വിൻ ചന്ദ്രശേഖരൻ രചനയും സംവിധാനവും നിർവഹിച്ച് യോഗി ബാബു, മാനസ വാരാണസി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തിയ ഏറ്റവും പുതിയ തെലുഗു ചിത്രമാണല്ലോ കപ്പിൾ ഫ്രണ്ട്ലി. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ചിത്രം റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മാർച്ച് 13 അല്ലെങ്കിൽ മാർച്ച് 20 ചിത്രം OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. മമ്മൂട്ടി കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമായിരിക്കും നിതീഷ് സഹദേവ് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ പ്രൊജക്ട്. വമ്പൻ സെറ്റുകളും നീണ്ട പ്രീ പ്രൊഡക്ഷൻ ജോലികളും ആവശ്യമായ ചിത്രം ഒരു മാസ് എന്റർടൈനറായാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ചിത്രത്തിലെ ഏറെ നിർണായകമായ ഒരു പെൺകുട്ടിയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ള താരത്തിനായുള്ള തിരച്ചിലാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ. ആ പെൺകുട്ടിയെ കേന്ദ്രീകരിച്ചായിരിക്കും സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോജിൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെത്തുന്ന മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ ചിത്രമാണല്ലോ കത്തനാർ. കടമറ്റത്ത് കത്തനാരുടെ ഐതിഹാസിക ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കുന്ന ഈ ഫാന്റസി പീരിയഡ് ത്രില്ലർ തെന്നിന്ത്യൻ താരം അനുഷ്ക ഷെട്ടിയും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരാനിരിക്കുകയാണ്. വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഈ ചിത്രം 2026 മെയ് 27 ബക്രീദ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് സൂചനകൾ. മലയാളത്തിന് പുറമെ തമിഴ്, തെലുഗു, ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലായി റിലീസ് ചെയ്യുന്ന ഈ ചിത്രം ഒരു വേറിട്ട ദൃശ്യാനുഭവം തന്നെയാകും സമ്മാനിക്കുക. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനെത്തുന്ന ഏറ്റവും പുതിയ കോമഡി ഫാന്റസി ചിത്രമാണല്ലോ ആട് 3. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിക്കുന്ന ഈ ചിത്രം ഷാജി പാപ്പന്റെയും ടീമിന്റെയും ഒരു ടൈം ട്രാവൽ കഥയാണ് പറയുന്നത് എന്നാണ് സൂചനകൾ. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രം മാർച്ച് 19 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് അടുത്ത തിങ്കളാഴ്ച, അതായത് മാർച്ച് 16 മുതൽ ആരംഭിക്കുന്നതാണ്. രാജേഷ് മാധവൻ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവൻ തന്നെ സംവിധാനം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടിയ ഒന്നാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. മാർച്ച് 13 മുതൽ മലയാളം, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ എന്നിങ്ങനെ വിവിധ ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ലഭ്യമാകും. വിജേഷ് പുനത്തൂർ സംവിധാനം ചെയ്ത് സാഗർ സൂര്യ, അല്ലമീൻ, ഗണപതി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണല്ലോ പ്രകമ്പനം. തിയേറ്ററുകളിൽ വമ്പൻ വിജയം നേടിയെടുത്ത ചിത്രം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത് പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ ZEE5 ആണ്. അടുത്ത ആഴ്ച, അതായത് മാർച്ച് 20 ചിത്രം ZEE5ലൂടെ പ്രേക്ഷകരിലേക്ക് എത്തും. ഇതിനായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ തന്നെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.